أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഓരോ നിമിഷത്തിലും കാത്തു സൂക്ഷിക്കുവാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വന്നിട്ടുള്ള നമ്മൾ സഫായി ഇരിക്കുന്ന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യമില്ലാത്ത ആളുകൾ, അസുഖമുള്ള ആളുകൾ അവർ ചാരിയിരിക്കുന്നത് കൊണ്ട് ഒരു പ്രയാസവുമില്ല. പക്ഷേ യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ സഫ് ക്രമീകരിക്കുന്ന വിഷയത്തിൽ, കുട്ടികളടക്കമുള്ള ആളുകൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം. കമാ തസഫുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ സഫുണ്ടാക്കുന്നത് പോലെ നിങ്ങൾ സഫിൽ അണിനിരക്കണമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പുലർത്തിപ്പോരുകയാണ്. മാത്രമല്ല, നമ്മുടെ ഇബാദത്ത് പൂർത്തിയാകണമെങ്കിൽ, ആരാധനകൾ പൂർത്തിയാകണമെങ്കിൽ, നാം ചെയ്യുന്ന അമലുകൾ ശരിയായി തീരാൻ അത് കാരണമാണ്. ആ കുട്ടികൾ, ബാക്കിലുള്ള കുട്ടികൾ ഒന്നും മുമ്പോട്ട് കടന്നിരിക്കാൻ, വർത്തമാനം പറയാതെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു, മുമ്പോട്ട് കടന്നിരിക്കാൻ ആദ്യം വരുന്ന ആളുകൾ സഫ് കൈവശപ്പെടുത്താൻ മത്സരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സഫ് ലഭിക്കുന്നതിന് വേണ്ടി സഹാബിമാർ മത്സരിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഒന്നാമത്തെ സഫിൻ്റെയും ബാങ്ക് കൊടുക്കുന്നതിൻ്റെയും പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒന്നാമത്തെ സഫ് പിടിക്കാൻ വേണ്ടി പരസ്പരം മറുക്കിടുമായിരുന്നു എന്നാണ്. മുട്ടുകുത്തിയിട്ടെങ്കിലും കഷ്ടപ്പെട്ടിട്ടെങ്കിലും ഒന്നാമത്തെ സഫ് പിടിക്കുവാൻ നിങ്ങൾക്കിടയിൽ മത്സരമുണ്ടാകുമായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആഴ്ചകളിലും ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ, മനുഷ്യരെന്ന നിലയിൽ നാം കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അള്ളാഹുവുമായിട്ടുള്ള കരാറുണ്ട്, മനുഷ്യരുമായിട്ടുള്ള കരാറുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നാം കൊടുക്കുന്ന കരാറുകൾ അത് പാലിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഒന്നുകൂടി ബാധ്യതയുണ്ട്. സർവശക്തനായ അള്ളാഹുവുമായിട്ടാണ് നാം കരാറിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പാലിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. വഇദാ വഅദ അഖ്ലഫ, കപടവിശ്വാസികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ വാഗ്ദത്തം ചെയ്താൽ, കരാർ ചെയ്താൽ ലംഘിക്കുമെന്നതാണ്. പല സന്ദർഭങ്ങളിൽ റബ്ബുമായി നാം കരാറിൽ ഏർപ്പെടാറുണ്ട്. നോമ്പിൽ നമ്മൾ കരാറിൽ ഏർപ്പെട്ടു. പെരുന്നാളിൽ പ്രത്യേകിച്ച് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, പടച്ച റബ്ബാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട്, റബ്ബിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും തന്നെ കരാറിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്,
സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ, നിങ്ങൾ അള്ളാഹുവുമായിട്ടുള്ള ഏറ്റെടുത്തിട്ടുള്ള ഈ കരാർ പൂർത്തീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ലാ ദീന ലിമൻ അഹ്ദ ലഹു, കരാർ പൂർത്തിയാക്കാത്തവൻ ദീനില്ല, മതത്തിലില്ല. അള്ളാഹുവാണ് വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഔഫൂ ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും, നിങ്ങളുടെ കരാർ ഞാൻ പൂർത്തിയാക്കാം, എന്നോട് പാലിക്കുന്ന പറഞ്ഞിട്ടുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തിയാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ സൂറത്തുൽ മാഇദ തുടങ്ങുന്നത് തന്നെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള കരാറുകൾ പൂർത്തീകരിക്കണം. നാം ഒരു മുസ്ലിമാകുന്നതോടുകൂടി, മുഅ്മിനാകുന്നതോടുകൂടി റബ്ബന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൗഫൂ ബി അഹ്ദില്ലാ ഇദാ അഹദ്തും, വിശ്വാസികളെ നിങ്ങൾ കരാർ ചെയ്താൽ ആ കരാർ നിങ്ങൾ പൂർത്തീകരിക്കണം. വലാ തൻഖുലുൽ ഐമാന ബഅദ തൗകീദിഹാ, ഉറപ്പിച്ചതിന് ശേഷം റബ്ബാണ്, എൻ്റെ റബ്ബ് സർവശക്തനായ അള്ളാഹുവാണ്, അവനല്ലാതെ ഞാൻ ആരാധിക്കുകയില്ല, അവനാണ് ഞാൻ എല്ലാം സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വഖദ് ജഅൽതുക്കും വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും കഫീല, സർവശക്തനായ അള്ളാഹുവിനെ കഫീലാക്കിയതിന് ശേഷം, സംരക്ഷകനാക്കിയതിന് ശേഷം വഖഫാ ബില്ലാഹി ഹസീബാ, അവൻ മതി നിങ്ങൾക്ക് സംരക്ഷകനായി എന്ന് പറഞ്ഞതിന് ശേഷം വലാ തൻഖുലുൽ ഐമാൻ, വിശ്വാസികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നിങ്ങൾ ഒരിക്കലും തന്നെ ഈ കരാർ ലംഘിക്കാൻ പാടില്ല. ഞാൻ തെറ്റുകളിൽ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഞാൻ ഒരിക്കലും തന്നെ കാണാൻ പറ്റാത്തത് കാണുകയില്ല, ഞാൻ ഒരിക്കലും തന്നെ കേൾക്കാൻ പറ്റാത്തത് കേൾക്കുകയില്ല, പറയാൻ പറ്റാത്തത് ഞാൻ ഒരിക്കലും തന്നെ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ 17 തവണ, പ്രത്യേകിച്ച് ഫർള് നമസ്കാരത്തിലൂടെ 17 തവണ നിർബന്ധമായും സുന്നത്തായും കൊണ്ട് നമ്മൾ ഫാത്തിഹ ചൊല്ലാറുണ്ട്. ഫാത്തിഹ എന്താണ്? ഫാത്തിഹ സൂറത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഅ്ലമു സൂറത്തൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും വലിയ മഹത്തായ പുണ്യമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അതിന് തുല്യമായി ഇഞ്ചീലിലോ തൗറാത്തിലോ ഇല്ല തന്നെ നമുക്കതിൻ്റെ പ്രാധാന്യം അറിയാവുന്നതാണ്. മുഴുവൻ വേദഗ്രന്ഥങ്ങളുടെയും രത്ന ചുരുക്കമാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ രത്ന ചുരുക്കമാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ ഫാത്തിഹയിൽ 143 അക്ഷരങ്ങളുണ്ട്. നമ്മൾ എണ്ണി നോക്കിയാൽ ഫാത്തിഹ എന്ന് പറയുന്ന ചെറിയ പ്രാരംഭ സൂറത്തിൽ ദിവസവും നിർബന്ധമായും 17 തവണ ചൊല്ലുന്ന ഫാത്തിഹയിൽ, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ഫാത്തിഹയിൽ, ആ ഫാത്തിഹ എന്ന് പറയുന്ന അധ്യായത്തിൽ 143 അക്ഷരങ്ങളുണ്ട്. ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം. അങ്ങനെ നോക്കുമ്പോൾ 143 അക്ഷരത്തിന് 1430 പ്രതിഫലമാണ് ഒരു സൂറത്തുൽ ഫാത്തിഹയെ ചെല്ലുന്നതോടുകൂടി നമുക്കുണ്ടാകുന്നത്. മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സബ്ഉൽ മസാനി എന്ന് പേരുണ്ട്, ഉമ്മുൽ കിതാബ് എന്ന് പേരുണ്ട്, കിതാബിന്റെ അടിസ്ഥാനം. അതുപോലെ കൻസ്, വിശുദ്ധ ഖുർആനിന്റെ നമുക്ക് ലഭിക്കുന്ന നിധിയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ഫാത്തിഹ ചൊല്ലുന്ന അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചൊല്ലാറുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ തൗഹീദുണ്ട്, തൗഹീദ് ഉലൂഹിയുണ്ട്, തൗഹീദ് സിഫാത്തുണ്ട്, തൗഹീദ് റുബൂബിയയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം അടങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചുള്ള സിഫാത്തുകൾ റഹ്മാനും റഹീമുമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ തൗഹീദുൽ ഉലൂഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളും ഫാത്തിഹയിലൂടെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കച്ചവടത്തിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഏർപ്പാടുകളിലും ഞാൻ നിന്നെ ആരാധിക്കുന്നതോടൊപ്പം, നിന്നെ മാത്രം ആരാധിക്കുന്നതോടൊപ്പം എൻ്റെ ജീവിതത്തിൽ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവേ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം ചൊല്ലുന്ന ഫാത്തിഹ.
ആ ഫാത്തിഹയിൽ ഹംദുണ്ട്, ശുക്റുണ്ട്, സനാഉണ്ട്, എല്ലാമുണ്ട്. അങ്ങനെയുള്ള ഫാത്തിഹ ചൊല്ലിക്കൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ടാണ് സത്യവിശ്വാസികളായ നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. ഇങ്ങനെ നമ്മൾ കരാറിൽ ഏർപ്പെടുമ്പോൾ അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ്. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നമുക്കത് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. സർവശക്തനായ അള്ളാഹു പറയുന്നു, മിനൽ മുഅ്മിനീന റിജാലുൻ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റിജാലുൻ, ചില ആളുകൾ, പുരുഷന്മാർ, സ്ത്രീകളുണ്ട്, സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അവർ എടുത്തിട്ടുള്ള കരാർ പൂർത്തീകരിക്കുന്നു. വമിൻഹും മൻ ഖലാ നഹ്ബ, സത്യവിശ്വാസികളായ നമ്മുടെ കൂട്ടത്തിലുള്ള നല്ലവരായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കരാർ പൂർത്തീകരിക്കുന്നു എന്നതാണ്. റബ്ബുമായിട്ടെടുത്തിട്ടുള്ള കരാർ ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. ഈ ആയത്തിറങ്ങിയത് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയി. അതിന്റെ വിഷമം എത്രയാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ബദറിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന വിഷമം അദ്ദേഹത്തെ പലപ്പോഴും അലട്ടിയിരുന്നു. ആ സമയത്താണ് ഉഹദ് യുദ്ധം വരുന്നത്. ഉഹദ് യുദ്ധം നമുക്കറിയാം, ഇസ്ലാമിന്റെ ഉമ്മത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇലാ ഐൻ, സഅദേ നീ എങ്ങോട്ടാണ് നളറെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇലൽ ജന്ന 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 ഇന്നി അജിദു റീഹൽ ജന്ന ദൂന ഉഹ്ദൻ, ഈ താഴ്വരയിലൂടെ മുമ്പിലൂടെ സ്വർഗത്തിന്റെ വാസന എനിക്ക് അടിച്ചു വീശുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതാ മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകാൻ സാഹചര്യം പറ്റാത്ത അവസരമാണ്. മുന്നോട്ട് പോകാൻ ഒരിക്കലും തന്നെ പറ്റാത്ത അവസരത്തിൽ അനസ് ഇബ്നു നളർ മുന്നോട്ട് പോവുകയാണ്. സാഹചര്യങ്ങൾ ഒരിക്കലും തന്നെ അനുകൂലമല്ല. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയി റബ്ബിനോട് എടുത്തിട്ടുള്ള കരാർ പൂർത്തീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 80-ൽ പരം മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തെക്കുറിച്ചാണ് സർവശക്തനായ അള്ളാഹു എടുത്തു പറയുന്നത്, മിനൽ മുഅ്മിനീന റിജാലുൻ, സത്യവിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിലുണ്ട്, അവരതാ കരാർ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇവ ലോകത്തോട് വിട പറയുന്നത്. എന്നാൽ മറ്റു ചിലരുണ്ട്, വമിൻഹും മൻ യന്തളിർ, കാത്തുനിൽക്കുന്ന ആളുകൾ, പണം ചെലവഴിക്കാൻ ഏത് വിധത്തിലാണ് ചെലവഴിക്കേണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ, ജുമഅക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ആളുകൾ, നേരത്തെ പള്ളിയിൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. അവർ ജുമഅയെ പ്രതീക്ഷിക്കുകയാണ്, ജമാഅത്ത് നമസ്കാരം പ്രതീക്ഷിക്കുകയാണ്. നോമ്പ് കഴിഞ്ഞാലും നോമ്പിനെ പോലെ നോമ്പിലെ പ്രകാരം ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തുവോ, അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകൾ. എത്രയോ സഹോദരങ്ങൾ വിളിക്കുന്നുണ്ട്, മൗലവി നോമ്പിനെ പോലെ, നോമ്പിൽ പങ്കെടുത്ത് ജമാഅത്തിൽ പങ്കെടുത്തതുപോലെ, നോമ്പിൽ നമസ്കരിച്ചതുപോലെ, തഹജ്ജുദ് നമസ്കരിച്ചതുപോലെ, തറാവീഹ് നമസ്കരിച്ചതുപോലെ, ഖുർആൻ ഓതുന്നത് പോലെ നോമ്പ് കഴിഞ്ഞപ്പോൾ സാധിക്കുന്നില്ല. പലപ്പോഴും നമസ്കാരം പോലും വിട്ടുപോകുന്നുണ്ട്. ജമാഅത്ത് നമസ്കാരം പോയിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ, 2 ആഴ്ചയായിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നമസ്കാരം പോലും വിട്ടുപോകുന്നുണ്ട്. കൃത്യമായി നമസ്കരിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. വിളിക്കുകയാണ്, നോമ്പിനെ പോലെ കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും തഹജ്ജുദ് നമസ്കരിക്കണമെന്നുണ്ട്, പക്ഷേ തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിയുന്നില്ല. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നു, എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ എഴുന്നേൽക്കാൻ സാധിക്കാത്തത്? തഹജ്ജുദ് നമസ്കരിക്കണമെന്ന് വിചാരിച്ചിട്ട് നമസ്കരിക്കാതെ പോകുന്നത്. നീ ചെയ്തു വെച്ചിട്ടുള്ള പാപങ്ങൾ ഇനിയും ശുദ്ധമായിട്ടില്ല. നിന്റെ പാപങ്ങളാണ് നിനക്കങ്ങനെ എഴുന്നേൽക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ന് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, ഇനിയും നമ്മുടെ പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ
കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും. നമസ്കാരം പോലും വിട്ടുപോയി എന്ന് വരും. അതുകൊണ്ട് അള്ളാഹുവുമായിട്ടെടുത്തിട്ടുള്ള ഈ കരാറ് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരിക്കലും ജമാഅത്ത് നമസ്കാരം മനഃപൂർവ്വം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ജീവനുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ, അല്പം ബുദ്ധിയും നമുക്കുണ്ടെങ്കിൽ ഒരു നമസ്കാരം പോലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അള്ളാഹുവുമായിട്ടുള്ള കരാർ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ എന്നെ നിങ്ങൾ ഓർക്കണമെങ്കിൽ, ഞാനുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ കൃത്യമായി കൃത്യമായി നമുക്ക് നമസ്കരിക്കാൻ സാധിക്കണം. പല സ്ത്രീകളും പറയുന്നുണ്ട്, ളുഹർ നമസ്കരിക്കുന്നത് അസർ സമയത്താണ്, അസർ നമസ്കരിക്കുന്നത് മഗ്രിബിന്റെ സമയത്താണ്, മഗ്രിബ് നമസ്കരിക്കുന്നത് ഇശാന്റെ സമയത്താണ്. പക്ഷേ നോമ്പിനല്ലായിരുന്നു, അങ്ങനെയല്ലായിരുന്നു എന്ന് പല സ്ത്രീകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, നോമ്പെന്ന് പറയുന്നത് വളരെ കൃത്യമായ സമയത്ത് നോമ്പ് തുറക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ കൃത്യമായ സമയത്ത് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതാണ്. സർവശക്തനായ അള്ളാഹുവുമായി നമ്മൾ എടുത്തിട്ടുള്ള കരാറ് പൂർത്തീകരിക്കുവാൻ നമ്മുടെ കൂട്ടത്തിലുള്ള വിശ്വാസികൾക്ക് സാധിക്കണം. അങ്ങനെയുള്ള അടുത്ത വെള്ളിയാഴ്ചയാവാൻ കാത്തു നിൽക്കുകയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതാൻ, സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ എല്ലാ വക്തിലും പങ്കെടുക്കും. എന്നാണ് ഖുർആൻ പറയുന്നത്. അവരതാ ജമാഅത്ത് നമസ്കാരത്തിൽ, അടുത്ത ജമാഅത്ത് നമസ്കാരത്തിന് അവരതാ പ്രതീക്ഷിക്കുന്നു, കൂലി പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ അള്ളാഹുവുമായിട്ട് എടുത്തിട്ടുള്ള കരാർ പൂർത്തീകരിക്കുന്നവരാകുന്നു എന്നതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ജനങ്ങളുമായിട്ടെടുത്തിട്ടുള്ള കരാറും പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ നമ്മൾ മുൻപന്തിയിലുണ്ടാവണം. അൻസാരിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ ഹജ്ജിന് വന്നപ്പോൾ മദീനയിൽ നിന്ന് കുറച്ചാളുകൾ മിനായിൽ വന്നു, ഹജ്ജിന് വേണ്ടി വന്നു. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഇരിക്കുകയാണ്, ദീൻ പഠിപ്പിക്കുകയാണ്. കുറച്ച് ഉപദേശങ്ങൾ കേട്ടപ്പോൾ അവർക്ക് താല്പര്യമായി. അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ചെന്ന്, മദീനയിൽ ചെന്ന് അടുത്ത പ്രാവശ്യം കുറച്ചാളുകളെയും കൂട്ടി ഞങ്ങൾ വരും. അങ്ങനെ പിറ്റേത്തെ വർഷം, അടുത്ത വർഷം ഒരുപാട് ആളുകളെയും കൂട്ടി അവരതാ മിനയിൽ വരികയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ ചെയ്യുന്ന ഒരു കരാറുണ്ട്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവർ പറഞ്ഞു, റസൂലേ, അള്ളാഹുവിൻ്റെ റസൂലേ, താങ്കളെങ്ങാനും മദീനയിലേക്ക് വന്നാൽ അങ്ങയെ ഞങ്ങൾ സംരക്ഷിക്കും. മക്കയിൽ അനുഭവിച്ചൊരു പീഡനവുമില്ലാതെ അങ്ങയെ ഞങ്ങൾ കാത്തുരക്ഷിക്കും, കാത്തു സൂക്ഷിക്കും. നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി. നമുക്കറിയാം ആ ചരിത്രങ്ങൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പൊന്നുപോലെ എല്ലാ സമയത്തും സംരക്ഷിച്ചു. യാ മഅ്ശറൽ അൻസാർ, അൻസാരി സമൂഹമേ എന്ന് വിളിക്കുമ്പോഴേക്കും ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന അൻസാരികൾ. ഹുനൈൻ യുദ്ധത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് അൻസാരികളെയാണ്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മനുഷ്യരും ഒരു തട്ടിലും, എന്നാൽ അൻസാരികൾ ഒരു തട്ടിലും പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ അൻസാരികളിൽ പ്രവേശിച്ച ആ പാതയിലായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കരാറ് പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ അൻസാരികൾ കാണിച്ചിട്ടുള്ള താല്പര്യമാണ്. ഇതേപോലെ നമ്മളും താല്പര്യം കാണിക്കണം. നമ്മൾ ഈ ദീനീ വിഷയത്തിൽ ഓരോ കാര്യത്തിലും നല്ല ആവേശം കാണിച്ചുകൊണ്ട് വെള്ളിയാഴ്ചയൊക്കെ വരുന്ന വിഷയത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ 12:45 നമ്മൾ നമസ്കാരം വെച്ചിട്ടുള്ളത്, ജുമാ നമസ്കാരത്തിൽ വെച്ചിട്ടുള്ളത് കൃത്യസമയത്ത് നമുക്കെല്ലാവർക്കും ഒരുപോലെ വരുന്നതിന് വേണ്ടിയാണ്.
നമ്മളെല്ലാം തന്നെ നല്ലവരായി അള്ളാഹുവിനോട്, സർവശക്തനായ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ജനങ്ങളോട് പറയുന്ന കരാറുകളും നമ്മൾ പാലിക്കണമെന്നത്. തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. എല്ലാവരും തന്നെ, എല്ലാ വിഭാഗം ആളുകളും തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക ഇറക്കിക്കഴിഞ്ഞു. എന്നാൽ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന വിഷയത്തിൽ, അത് ജനങ്ങൾക്ക് നിറവേറ്റി കൊടുക്കുന്ന കാര്യത്തിൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ബദ്ധശ്രദ്ധരായിരിക്കണമെന്ന് ഈ സമയത്ത് പ്രത്യേകമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലികുല്ലി ഗാദിരിൻ ലിവാഉൻ, എല്ലാ കരാർ ലംഘിക്കുന്ന ആളുകൾക്ക് പിന്നിലും ഒരു കൊടിയുണ്ടാകും. യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കരാറ് പാലിക്കാത്ത ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കരാറ് പാലിക്കാത്ത ആളുകൾക്ക് പിന്നിൽ മുമ്പിൽ ഒരു കൊടിയുണ്ടാകുമെന്നാണ്. യർഫഉ ബിഖദ്രി ഖദ്രിഹി, കരാറ് പാലിക്കാത്തതിൻ്റെ കണക്കനുസരിച്ചാണ്, എത്രയാണ് കരാറ് പാലിക്കാത്തതിൻ്റെ കണക്കനുസരിച്ചാണ് ആ കൊടി ഉയർന്നു നിൽക്കുക. അലാ വലാ ഖാദിർ അഅ്ലമു ഖദ്റൻ മിൻ അമീരി ആമ്മ. പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ കരാർ ലംഘനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാർ നടത്തുന്ന കരാർ ലംഘനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന ആളുകൾ അവർ നടത്തുന്ന കരാർ ലംഘനമാണ് ഏറ്റവും വലിയ കരാർ ലംഘനം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ത്വാല ഉംറു, ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ള ആളാണ്. വഹസുന അമലു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ സൽക്കർമ്മം പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷിപ്പിക്കുന്നവരാണ് ഏറ്റവും നല്ലവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ അലാ സുറൂറിൽ ഖൽബ്, മനുഷ്യരുടെ ഹൃദയത്തിൽ സന്തോഷം കൊടുക്കുന്നവനാണ് വിശ്വാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നാലും ശരി, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് നമ്മൾ ഉണ്ടാവണം എന്നാണ്. ഇത് നമ്മൾ ലംഘിക്കുകയാണെങ്കിലോ ഫബിമാ നഖ്ലിഹിം മിസാഖഹും, നമ്മളെങ്ങാനും ഇത്തരത്തിലുള്ള അള്ളാഹുവുമായിട്ടുള്ള കരാർ ലംഘിക്കുകയാണെങ്കിൽ, ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കരാർ ലംഘിക്കുകയാണെങ്കിൽ ലഅന്നാഹും, അല്ലാഹു പറയുന്നു, അള്ളാഹു നിങ്ങളെ ശപിക്കും, നമ്മളെ ശപിക്കും. മാത്രമല്ല നമുക്കിടയിൽ വഞ്ചനയുണ്ടാകും. ഫഅഗ്റൈനാ ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ, അള്ളാഹുവുമായിട്ടുള്ള കരാർ നമ്മൾ ലംഘിക്കുകയാണെങ്കിൽ, മനുഷ്യരോട് ചെയ്തു കൊടുക്കാമെന്ന് പറയുന്ന കരാർ നമ്മൾ ലംഘിക്കുകയാണെങ്കിൽ ഫഅഗ്റൈനാ ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ, നമുക്കിടയിൽ ശത്രുതയുണ്ടാകും, വിദ്വേഷമുണ്ടാകും, പകയുണ്ടാകും, കൊലപാതകം ഉണ്ടാകും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ കാര്യത്തിനും ഇസ്ലാമിന് ശക്തമായ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സലാത്തൻ തദൂമു ബിഹാ ഇലാ യൗമിൽ ഹിസാബ്. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒന്നുകൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ നമ്മൾ സഫായിരിക്കുന്ന വിഷയത്തിൽ വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യത്തെ ഒന്നാളുകൾ കേട്ടിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ, മിമ്പറിൽ വെച്ച് നോക്കുമ്പോൾ പ്രയാസം തോന്നുകയാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത്, നമുക്കിടയിൽ ഇനിയും ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പുകൾ പൂർത്തിയാക്കി സഫ് ക്രമപ്പെടുത്തുവാൻ സത്യവിശ്വാസികളായ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഒഴിവുകാലമാണ്, കുട്ടികൾക്കെല്ലാം വെക്കേഷൻ സമയമാണ്. ഈ സമയത്ത് നമ്മുടെ കൂടെ കുട്ടികളുണ്ട്, വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്, പള്ളിയിലുണ്ട്,
നമ്മുടെ പ്രദേശത്തുണ്ട് നമ്മുടെ മക്കൾ. ഈ ഒരു നല്ല സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ ദീനീ വിഷയത്തിൽ വളർത്തിയെടുക്കാൻ, കൂടുതൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നാം അവസരം ഉപയോഗപ്പെടുത്തണം. ഇവിടെ മദ്രസയിൽ വരുന്ന കുട്ടികളുടെ പഠന നിലവാരത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ടീച്ചേഴ്സ് പറഞ്ഞു, കുട്ടികൾ പഠിക്കുന്നുണ്ട്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്, മതപഠന വിഷയത്തിൽ കൂടുതൽ താല്പര്യമുണ്ട്, എന്നാലും കുറേ കൂടി ശ്രദ്ധിക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ അവസരം, ഒഴിവ് സമയം നല്ല രൂപത്തിൽ കുട്ടികളുമായി സംവദിക്കുവാൻ, കുട്ടികളുമായി നല്ല ഇടപാടുകൾ നടത്താൻ, കുട്ടികളുമായി ടൂർ പോകുവാൻ, നല്ല നല്ല സ്ഥലങ്ങളിൽ പോകുവാൻ, കുടുംബക്കാരുടെ അടുത്ത് ചെന്നുകൊണ്ട് കുടുംബബന്ധം ചേർത്തിക്കൊണ്ട് സൗഹൃദങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ ഒരു 2 മാസക്കാലം പ്രത്യേകിച്ച് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, 2023 12-16 വയസ്സുള്ള കുട്ടികളാണ്, 13,892 പേരാണ് 12 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 2023 2026 ആയപ്പോൾ 20,000-ത്തിലധികമാണ്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കുട്ടികൾ, വലിയ ആളുകളല്ല, ചെറിയ കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടം. 18 വയസ്സുള്ള ഒരു കുട്ടിയാണ് കൊറിയൻ ഡ്രാമ കഥാപാത്രങ്ങളിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ എനിക്ക് ആ ഡ്രാമ പോലെ, ആ ആളുകളെപ്പോലെ അവിടേക്കെത്താൻ അവിടെ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾ മുഴുവൻ സമയവും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 8 മിനിറ്റ് ഉപയോഗിച്ചാൽ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെന്ന് മനസ്സിലാക്കാൻ സംവിധാനമുണ്ട് എന്നാണ്. ഒരാൾ 8 മിനിറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട് എന്നാണ്. എന്നാൽ ചെറിയ കുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനല്ല ഇത്. ചെറിയ കുട്ടികളാണ് കാണുന്നതെങ്കിൽ അതിലേക്ക് കൂടുതൽ ആകർഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി, ബോധമുള്ള രക്ഷിതാക്കൾ എന്ന നിലയിൽ, ബുദ്ധിയുള്ള രക്ഷിതാക്കൾ എന്ന നിലയിൽ കുട്ടികൾ ഇവർ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി മതത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. ചുറ്റുപാടുകൾ മലിനമായിക്കൊണ്ടിരിക്കുന്നു. യുവതലമുറയെ വഴിതെറ്റിക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കാൻ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കൾ എന്ന് പറയുന്ന നിഷ്കളങ്കരാണ്, പാവങ്ങളാണ്. അവരെ വഴിതെറ്റിക്കുവാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ബദലായി ഈ തെറ്റുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാൻ, മാറ്റി നിർത്താൻ അതിന് ബദലായി മഹല്ലുകൾ തോറും സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നതാണ്. നമ്മുടെ മക്കൾ നിഷ്കളങ്കരാണെന്ന് പറഞ്ഞു. ആ നിഷ്കളങ്കരായ മക്കളെ പതുക്കെ പതുക്കെ ഇതിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ ചെറിയ കുട്ടികളായ കാലഘട്ടത്തിൽ 15-16 വയസ്സാകുമ്പോഴാണ് കുട്ടികൾ മെല്ലെ മെല്ലെ കേടുവരാൻ തുടങ്ങുന്നതെങ്കിൽ ഇപ്പോൾ 5-6 വയസ്സാകുമ്പോൾ തന്നെ വളരെ മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നിഷ്കളങ്കരായ പാവങ്ങളായ മക്കൾ, നല്ല മക്കൾ, അവർ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ആ മക്കൾ എവിടെ പോയാലും, ഏത് ദുനിയാവിൽ പോയാലും മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നതാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കുവാൻ ഇപ്പോഴും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ശാസ്ത്രം, ഇല്ലേ? ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ലക്ഷങ്ങൾ മുടക്കിയാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ നിലാവ് പരത്തുന്ന ആ ചന്ദ്രൻ, എല്ലാ കാലഘട്ടങ്ങളിലും കവികൾക്ക് പോലും വിഷയമായിട്ടുള്ള ആ ചന്ദ്രൻ, 1 ലക്ഷം പോലും, 1 നയാ പൈസ പോലും മുടക്കാതെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന ആ ചന്ദ്രന്റെ മുമ്പിൽ, ചന്ദ്രന്റെ പിന്നിൽ സർവശക്തനായ അല്ലാഹു ഉണ്ട് എന്ന് പഠിക്കാൻ ആളില്ല. ആ ഉപഗ്രഹങ്ങൾ കോടികൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആളുണ്ട്. പക്ഷേ ഈ ചന്ദ്രന്റെ മുമ്പിൽ സർവശക്തനായ അല്ലാഹു പറയുന്നു, വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ, അതിൻ്റെ പിന്നിൽ ഒരു ദൃഷ്ടാന്തമുണ്ട്. രാത്രിയുടെ പിന്നിൽ
പകലിന്റെ പിന്നിൽ, വശംസു വൽ ഖമർ, സൂര്യന്റെ പിന്നിൽ, ചന്ദ്രന്റെ പിന്നിൽ. അതുകൊണ്ട് വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, മക്കളെ ഈ ചന്ദ്രനെ സൃഷ്ടിച്ച സർവശക്തനായ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്നതാണ്. ഇങ്ങനെ പടച്ച റബ്ബിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ദുനിയാവിന്റെ ഏത് മേഖലകളിൽ നിങ്ങൾ പ്രവേശിച്ചാലും, ദുനിയാവിന്റെ ഏത് ഭാഗത്തേക്ക് നിങ്ങൾ പഠിക്കാൻ പോയാലും അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ. ലുഖ്മാൻ ഹക്കീം എന്ന് പറയുന്ന തത്വചിന്തകൻ തൻ്റെ മകനോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മോനെ, നീ ഒരു കടുകുമണിയാണ് നന്മ ചെയ്തതെങ്കിൽ, നീ ഒരു കടുകുമണിയാണ് തിന്മ ചെയ്തതെങ്കിൽ, അത് പാറക്കെട്ടിന്റെ ഉള്ളിലാണെങ്കിലും, വിമാനത്തിലാണെങ്കിലും, ഭൂമിയിലെ ഏതെങ്കിലും ലോഡ്ജിലാണെങ്കിലും, ഏത് റൂമിലാണെങ്കിലും, നീ ആരും അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണെങ്കിലും, ആരെയും കാണിക്കാതെ നീ ചെയ്യുന്ന ഏത് തെറ്റാണെങ്കിലും അതൊക്കെ റബ്ബ് കൊണ്ടുവരുമെന്ന ബോധം നമ്മുടെ മക്കൾക്ക് വളർത്തിക്കൊടുത്താൽ അവരെവിടെയും പഠിക്കാൻ നമുക്ക് പറഞ്ഞേക്കാം. അങ്ങനെയാണല്ലോ മക്കൾക്കൊക്കെ ആവശ്യം. ഇതാണ് വിദേശ യൂണിവേഴ്സിറ്റികൾ പോയി പഠിക്കണം. പക്ഷേ അവിടെ പോയി പഠിക്കുവാൻ നമ്മൾക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പറയുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പരലോകത്ത്, നമ്മുടെ മക്കൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ സുന്ദരമായി ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, പടച്ച റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികൾ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നീ ഇരിക്കുന്നത് പോലെ നമ്മൾ പരസ്പരം പറയുമെന്നാണ്. ഇന്നലി കാനലി കരീൻ, എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ദുനിയാവിൽ. അവനിങ്ങനെ പറയുമായിരുന്നു, നീയൊക്കെ പരലോകത്തിൽ വിശ്വസിക്കുകയോ? പരലോകത്തിൽ വിശ്വസിച്ചാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ചെക്കൻ എനിക്കുണ്ടായിരുന്നു. മണ്ണായി കഴിഞ്ഞാൽ, എല്ലായി കഴിഞ്ഞാൽ വീണ്ടും ഒരു പുനർജീവിതമോ എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടുകാരനോട് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും കൂട്ടുകാരൻ സ്വീകരിക്കാതെ ഇങ്ങനെ നിന്നു. അപ്പോഴതാ ഫഅൽ അൻതും മുത്തലിയു, നീ ഒന്ന് നോക്കൂ, ഒന്ന് എത്തി നോക്കൂ. എൻ്റെ ചങ്ക്, അങ്ങനെയാണല്ലോ നമ്മൾ പറയുക, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ചങ്കായിട്ടുള്ളവൻ അവനതാ നരകത്തിൽ കിടക്കുന്നു. ഞാൻ അവൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ നമസ്കരിക്കുകയും ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തു. അവൻ്റെ തോന്നിവാസത്തിന് ഞാൻ കൂട്ടുനിന്നിട്ടില്ല, അവൻ ചെയ്ത തെറ്റിന് ഞാൻ കൂട്ടുനിന്നിട്ടില്ല. അവൻ എൻ്റെ ചങ്കാണെങ്കിലും അവൻ എൻ്റെ കൂട്ടുകാരനാണെങ്കിലും ഒരിക്കലും തന്നെ അവൻ ചെയ്ത തെറ്റിനെ ഞാൻ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അവനതാ നരകത്തിൽ ജഹീം, എൻ്റെ കൂട്ടുകാരനായിരുന്നു അവൻ. പക്ഷേ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് നരകത്തിന്റെ ഒത്ത നടുവിലതാ അവൻ കഷ്ടപ്പെടുന്നു. അവനതാ വിളിച്ചു പറയുന്നു, ഞാനെങ്ങാനും നീ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, ലൗലാ നിഅമത്തു റബ്ബീ ലകുന്തു മിനൽ മുഹ്ളരീൻ, ഞാനെങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ, നീ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ നരകത്തിൽ പെടുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടേതാണ്, ആരാൻ്റെതല്ല. നമ്മുടെ മക്കൾ നമ്മുടെ സ്വത്താണ്, നമ്മുടെ മുത്താണ്. അതുകൊണ്ട് ആ മക്കളെ നല്ലപോലെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ 2 മാസക്കാലം പ്രത്യേകിച്ച് അവരെ കൈപിടിച്ചുകൊണ്ട്, അവർ നമ്മുടെ കൂടെ കൊണ്ടു നടന്നുകൊണ്ട്, അവനാണ് ലാഇബുഹും സബഅ, ആദ്യത്തെ 7 വയസ്സെന്ന് പറയുന്നത് അവരോടൊപ്പം കളിക്കണം എന്നതാണ്. വഅദ്ദിബുഹും സബഅ, അടുത്ത 14 വയസ്സ് വരെ അവർക്ക് നിങ്ങൾ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണമെന്നതാണ്. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ സാഹിബുഹും സബഅ, 21 വയസ്സ് വരെ നിങ്ങൾ ചങ്ങാതിമാരെ പോലെ, കൂട്ടുകാരെ പോലെ മാതാപിതാക്കൾ പെരുമാറണമെന്നാണ്. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അർഹമുർ റഹീമായ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. സർവശക്തനായ അള്ളാഹുവേ, രോഗങ്ങൾ സുഖപ്പെടുത്താൻ കഴിവുള്ള സർവശക്തനായ അള്ളാഹുവേ, പ്രാർത്ഥന കേൾക്കുന്ന അള്ളാഹുവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സർവശക്തനായ അള്ളാഹുവേ, അത്തരത്തിൽ അസുഖമായി കിടക്കുന്ന ആളുകൾക്ക്, പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾക്ക് അവരുടെ അസുഖങ്ങൾ ശിഫയാക്കി കൊടുക്കണമേ നാഥ. പടച്ചറബേ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അസുഖമായി കിടക്കുന്നുണ്ട്. ആശുപത്രിയിലുണ്ട്, ICUയിൽ പോലുമുണ്ട്. ഇന്നും പലരും വിളിക്കുന്നു പ്രാർത്ഥിക്കണം എന്ന്. അതുകൊണ്ട് സർവശക്തനായ അള്ളാഹു, ഇങ്ങനെ അസുഖമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ, അവരുടെ അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ നാഥ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ, സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവനെ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ, ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഏർപ്പാടുകളിലും ഒരുപാട് ഖൈറും ബർക്കത്തും നീ അധികരിപ്പിച്ചു തരണമേ നാഥ. ലോകത്തിൻ്റെ നാനാഭാഗത്തും കഷ്ടപ്പാടുകളാണ്, യുദ്ധങ്ങളാണ്. സർവശക്തനായ അള്ളാഹുവേ, ഇത്തരത്തിൽ ആക്രമിക്കുന്ന ആളുകളെ പിടിച്ചു കെട്ടാൻ നിനക്ക് സാധിക്കും. നിനക്കല്ലാതെ സാധിക്കുകയിൽ അക്രമങ്ങൾ എല്ലാ കരാറുകളെയും ലംഘിച്ചുകൊണ്ട് അതിക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുകുത്തികളാണ്. UN പോലെയുള്ള രാജ്യങ്ങൾ നോക്കുകുത്തികളാണ്. എല്ലാം നിനക്കറിയാം ആരാണ് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. കഷ്ടപ്പെടുകയാണ് നമ്മുടെ ആളുകൾ. അല്ലാഹുവേ, ഈ അക്രമത്തിൽ നിന്ന്, അനീതിയിൽ നിന്ന്, അരാജകത്വത്തിൽ നിന്ന് ഈ സമൂഹത്തെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അക്രമികളെ അവരുടെ കൈക്ക് നീ പിടിച്ച് ഈ അക്രമത്തിൽ നിന്നും അവരെ നീ തടുത്തു നിർത്തണമേ നാഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അർഹമുർ റഹീമായ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്നും, മാറാവ്യാധികളിൽ നിന്നും, സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. ഇവിടെയും വിദേശത്തുമൊക്കെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കൾ, ബന്ധുമിത്രാദികളുണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഖൈറും ബർക്കത്തും അധികരിപ്പിച്ച് കൊടുക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعلنا من المسلمين واجعلنا من